ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. ആദ്യമായിട്ട് യഥാർത്ഥമായ ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. സ്നേഹവാനായ നമ്മുടെ കർത്താവ് നമ്മളെ അന്വേഷിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്നു. ദൈവത്തെ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരം ലഭിക്കുകയുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തങ്ങളോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അതായത് നമ്മൾ ഓരോരുത്തരും കുറവുള്ളവരാണ്, പരിമിതികളുള്ളവരാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ദേഷ്യത്തെയോ നമ്മുടെ സങ്കടങ്ങളെയോ ഒന്നും നിയന്ത്രിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെയുള്ള നമ്മൾ, പാപം ഉള്ള നമ്മൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും നല്ല സമ്മാനങ്ങൾ, ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ലത് അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവവും അതുപോലെയാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും നല്ലത് തരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്താണോ അത് നൽകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും വലിയ നല്ല സമ്മാനത്തെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ തിരുത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളുടെ സഹയാത്രികനാകുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളുടെ കാര്യസ്ഥനാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തിലേക്ക് വഴി നടത്തുന്നു, പരിശുദ്ധാത്മാവ് പാപം എന്താണെന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു, പരിശുദ്ധാത്മാവ് സത്യം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ ന്യായവിധി എന്താണെന്ന് കാണിച്ചു തരുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃപാസനത്തിൽ നമ്മളെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടാളിയായി നമുക്കിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ഇത്ര വലിയ ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടുന്നത്, അന്വേഷിക്കേണ്ടുന്നത്, നമുക്ക് കൂട്ടായിട്ട്, നമുക്ക് വഴികാട്ടിയായിട്ട് നമ്മൾ ആവശ്യപ്പെടേണ്ടുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് എത്ര അധികം നൽകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ സങ്കടം, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം, എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി, ഞാൻ എന്തിന് ഇത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, എന്തുകൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, വിഷാദപ്പെടുന്നുണ്ടെങ്കിൽ, വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനെ അധികം തരണം. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരുന്നു എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് തിരുത്താനോ ആശ്വസിക്കാനോ സമാധാനിക്കാനോ പ്രത്യാശിക്കാനോ കഴിയും. അതുകൊണ്ട് യഥാർത്ഥമായ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, നമ്മുടെ അന്തരാത്മാവിൽ തളം കെട്ടി നിൽക്കുന്ന, ആരോട് പങ്കുവയ്ക്കും ആരോട് ചോദിക്കുമെന്നറിയാത്ത വിഷമങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കണമെന്ന് വചനം പറയുകയാണ്. രണ്ടാമതായി മത്തായിയുടെ സുവിശേഷം
7-ാം അധ്യായം 11-ാം വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കണം എന്ന് പറയുകയാണ്. സങ്കീർത്തനം 65:2 പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ ഉത്തരം കിട്ടാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് സകല ജഡവും ഉത്തരങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടുന്നത്? എന്തുകൊണ്ട് ഈ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നു? അത് വന്നതിന് നിനക്കുള്ള ഉദ്ദേശം എന്താണ്? അത് അംഗീകരിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടുകയില്ലല്ലോ. ഇങ്ങനെ ദൈവത്തോട് വളരെ സ്നേഹത്തോടെ ആശയവിനിമയം നടത്തണം പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തരും. അവൻ നമുക്ക് കാണിച്ചു തരും, അവൻ നമുക്ക് പറഞ്ഞു തരും. അടുത്ത നിമിഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്, എന്ത് തീരുമാനമെടുക്കണം, ഏത് വാക്ക് പറയണം എന്ന് പോലും, ഏത് ചേഷ്ടകൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് പോലും ദൈവത്തിന് നമ്മളെ പ്രേരിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥനാപൂർവം ചെല്ലണം ഉത്തരം കിട്ടാനായിട്ട്. ഇനി മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയും നമ്മുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിഷമസന്ധികൾക്ക് പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ, സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കണം. വെറുതെ പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞ ആളുകൾ കുറേ ആവലാതികൾ, പരാതികളുടെ കെട്ടഴിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥന. എനിക്കങ്ങനെ വേണം, എനിക്കിങ്ങനെ വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം, കർത്താവേ, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ പറയുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വാക്യം നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവത്തോട് ചോദിക്കുക. എന്താണ്? വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുക. കർത്താവ് എനിക്ക് ഉത്തരം നൽകും, കർത്താവ് എനിക്ക് വഴി കാണിച്ചു തരും, കർത്താവ് എനിക്ക് പരിഹാരം തരും, കർത്താവിൻ്റെ പരിഹാരം എൻ്റെ പരിഹാരമാണ്, കർത്താവിൻ്റെ ഉത്തരം എനിക്കുള്ള ഉത്തരമാണ്, അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള ഇഷ്ടത്തോടു കൂടി നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എങ്ങനെയാണ്? വിശ്വാസത്തോടെ ചോദിക്കണം. എൻ്റെ ജീവിതത്തിലെ ഈ നിമിഷത്തെ പ്രശ്നത്തിന് പരിഹാരം തരാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഓരോ 5 നിമിഷവും കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഓരോ 5 നിമിഷത്തിലും ഞാനും ആ സുഹൃത്തും കൂടെ ഇരുന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 3-ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉത്തരം ലഭിക്കാനിടയായി. ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രാർത്ഥന എന്ന് വെച്ചാൽ അതൊരു ജൽപ്പനമല്ല. പ്രാർത്ഥന നമ്മുടെ വിഷമങ്ങൾക്ക് ഉത്തരം കർത്താവിനോട് ചോദിക്കലാണ്. നമ്മൾ ചോദിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടുന്നത്? നമ്മൾ ചോദിക്കേണ്ടത്, കർത്താവിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചോദിക്കണം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ അതാണ് നമ്മളോട് പറയുന്നത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ചോദിക്കണം. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്. ഹൃദയത്തിൽ സംശയിക്കാതെ ചോദിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് ചോദ്യം, പ്രാർത്ഥിച്ചു നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ അസുഖത്തിന് ഇനി പോകാത്ത സ്ഥലമില്ല,
ചെയ്യാത്ത ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം, സുഖപ്പെടുന്നെങ്കിൽ സുഖപ്പെടട്ടെ. അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തിൽ സംശയിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 5:14-15 അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ ഇഷ്ടപ്രകാരം, ദൈവേഷ്ടപ്രകാരം നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാണ്. അതായത് ധൈര്യത്തോടെ നമുക്ക് പോകാം. കാരണം കർത്താവ് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവനോട് ധൈര്യപൂർവ്വം ചോദിക്കാം. കാരണം കർത്താവാണ് പറയുന്നത്. ആ ധൈര്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ്. ആ ധൈര്യമാണ് ദൈവത്തോട് നമ്മളെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ധൈര്യമാണ് നമ്മളെ സഹായിക്കുന്നത്. കാരണം അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നത് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നമ്മൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുവാണെങ്കിൽ അവനോട് നമ്മൾ അപേക്ഷിക്കുന്നത് നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഈ വേദപുസ്തക വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26:39 പറയുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് യേശുവിൻ്റെ പ്രാർത്ഥന മാതൃകയായി കൊടുത്തിരിക്കുകയാണ്. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും, ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഉത്തരം ചോദിക്കണം. 1 പത്രോസ് 5:7 പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ചിന്താകുലവും, നമ്മുടെ ഉത്തരം കിട്ടാത്ത എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രതിസന്ധികളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് ബൈബിൾ പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് എല്ലാ ഭാരവും അവൻ്റെ മേൽ ഇടാൻ കഴിയുക? അതൊരു ചോദ്യമാണ്. നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഭാരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് പഴമൊഴിയുണ്ട്. എന്താണ്? സന്തോഷം പങ്കുവച്ചാൽ അത് ഇരട്ടിയാവും, സങ്കടം പങ്കുവച്ചാൽ അത് പകുതിയാവും എന്ന് പറയും. നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വേറെ ഒരാളോട് പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അയാളിലേക്ക് മാറും. സത്യത്തിൽ അയാൾ വേറെ കുറേ പ്രശ്നങ്ങൾ, അയാളുടേതായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾക്കും കൂടെ അയാൾ ചിന്താകുലനാവുകയാണ്, അയാൾ ഭാരം ചുമക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമ്മൾ ഇരുവരും ഈ കാര്യങ്ങളെല്ലാം ആരോട് സംസാരിക്കുകയാണെങ്കിൽ, ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ കർത്താവ് ഈ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കും. കാരണം കർത്താവ് പ്രശ്നങ്ങളില്ലാത്ത ആളാണ്, കർത്താവ് പാവമില്ല, അവൻ നമ്മളെ സഹായിക്കാം. നിങ്ങളുടെ എല്ലാ ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറയുന്ന ഒരു ദൈവം എത്ര വലിയൊരു ദൈവമാണ്. വേറെ ആരോടെങ്കിലും നമുക്ക് ഇത് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ആരോടും പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ആരോടെങ്കിലും പങ്കുവച്ചാൽ അവരൊന്നുകിൽ നമ്മളെ കളിയാക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളെ മോശമായി ചിത്രീകരിക്കും. നമ്മളെക്കുറിച്ചുള്ള അവരുടെ വ്യക്തിത്വം, ബഹുമാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പങ്കുവയ്ക്കാൻ, പകർന്നൊഴിക്കാൻ കഴിയുന്നത് ദൈവത്തോടായിരിക്കണം. അങ്ങനെ നമ്മൾ പകരുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് കഴിയുള്ളൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സങ്കീർത്തനം 55:22 പറയുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇതെന്താണ് കുലുങ്ങിപ്പോവുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ
നമുക്കൊരു വെപ്രാളം വരുമ്പോൾ, ഉത്തരം കിട്ടാത്തൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് ഷിവറിങ് ആണ്. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് വിറയലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിൻ്റെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. നീതിമാനായ മനുഷ്യൻ പതറിപ്പോകാൻ, കുലുങ്ങിപ്പോകാൻ, ഉത്തരം കിട്ടാത്തവരായി പോകാൻ, മൂഢനായി പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കാൻ അനുവദിക്കത്തില്ല. ജീവിതത്തിൽ അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഞാൻ നിന്നെ കൈ പിടിച്ച് നടത്തും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായും വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങിയ ദൈവം യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ നല്ലത് തുടരും. അതായത് നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ, നിങ്ങളെ ദൈവത്തിൽ ഇഷ്ടപ്പെടുവാനായിട്ട്, ദൈവത്തെ അന്വേഷിക്കുവാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. കാരണം ഇന്ന് പല മനുഷ്യർക്കും, തെറ്റിലകപ്പെട്ടു പോയ മനുഷ്യർക്ക് അങ്ങനെ തോന്നുന്നില്ല. അവരാ തെറ്റ് ആസ്വദിക്കുകയാണ്. അവർ ആ തെറ്റിനെ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധ്യം പോലും അവർക്കില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്താൽ നയിക്കപ്പെടുകയില്ല. പകരം നമുക്ക് ദൈവത്തിലേക്ക് പോകണമെന്നും ഉത്തരം കിട്ടണമെന്നും ചെയ്തു പോയത് തെറ്റാണെന്നും തിരുത്തണമെന്നുമൊക്കെ ആഗ്രഹം വരുന്നത് തന്നെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കാരണമാണ്, ഉത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അഥവാ ഏതു വിധത്തിലും വ്യഥയുണ്ടാക്കുന്നവയും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളിൽ സങ്കടമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളോടുമൊപ്പം സ്തുതിയും കൃതജ്ഞതയും നന്ദിയും സംയോജിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നന്ദിയും ഇതുവരെ നടത്തിയതിന് നന്ദി പറഞ്ഞതുകൊണ്ട് ഇനിയും നടത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മളെ ശരിയായ രീതിയിൽ നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 15-17 വാക്യങ്ങൾ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ സ്ഥാപിക്കട്ടെ എന്ന് യേശു പറയാണ്. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ്റെ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ എന്ന് പറയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. അതിനാണ് കർത്താവ് നമ്മളെ ഏക ശരീരമായി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കണം എന്ന് യേശു പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏക ശരീരമായി ചിന്തയിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ പൗലോസ് പറഞ്ഞതുപോലെ, കർത്താവേ ഞാൻ കുറയുകയും നീ വളരുകയും നിന്നിൽ മറഞ്ഞു ഞാൻ മാറുകയും ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ തന്നെ നമ്മൾ സ്വയം സമർപ്പിക്കണം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ അവനുമായി ഏക ശരീരമായി തീരണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ദൈവത്തോട് നന്ദി പറയാൻ പറ്റും, മറ്റു മനുഷ്യരോട് നന്ദി കാണിക്കാനായിട്ട് കഴിയും. നമ്മളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ സ്ഥാപിക്കട്ടെ. സകല ജ്ഞാനത്തോടും.
എല്ലാ അറിവോടും കൂടി ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സ്ഥാപിക്കട്ടെ എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്തു ചെയ്താലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് നമ്മൾ സ്തോത്രം അറിയിക്കേണ്ടതായിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 5:18 പറയുന്നത്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയിലും എല്ലാവരോടും നന്മ ചെയ്യുവിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്ന് പറയുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ്. അവൻ നമ്മളോട് പറയുന്നത് തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നമ്മൾ നന്മ ചെയ്യണം, എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കിൻ. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, നല്ലതായാലും ചീത്തയായാലും സന്തോഷമായാലും അസന്തുഷ്ടിയാണെങ്കിലും സമാധാനമായാലും ഇല്ലെങ്കിലും നമ്മൾ ദൈവമേ ഇതുവരെ ഈ നിമിഷം വരെ ഈ സങ്കടം വരെ നീ എന്നെ നടത്തിയത് കൊണ്ട് നന്ദി, അതുകൊണ്ട് ഇനിയുള്ള പ്രശ്നത്തിൽ നിന്നും നിനക്ക് ഞങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് സംസാരിക്കണം. എന്നിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ദൈവം നമ്മളെക്കുറിച്ച് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ തിന്മ ചെയ്യാതെ എല്ലാവർക്കും നന്മ ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രാർത്ഥിച്ച് വചനങ്ങളാൽ പരസ്പരം ആശ്വസിപ്പിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ തുടരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ നിമിഷത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ഓരോ ദിവസവും പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ശാന്തമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കർത്താവിനോടൊപ്പം, കർത്താവേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞാൻ സ്വയം സമർപ്പിക്കുന്നു, നീ ചെയ്ത കാര്യത്തിന് ഞാൻ സന്തോഷം നന്ദി പറയുന്നു, നിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ രൂപമുള്ള പ്രതിമയായി മാറാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. കർത്താവിന് ഉത്തരം തരാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല. കാരണം അവന് അനന്തമായ ജ്ഞാനമുള്ളവനാണ്. അവൻ്റെ അനന്തമായ ജ്ഞാനത്താൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു, എന്ത് ചെയ്യുമെന്നൊക്കെ കർത്താവിനറിയാം. പക്ഷേ ആ കാര്യത്തിൽ നമ്മുടെ തീരുമാനത്തിൽ കർത്താവ് ഇടപെടാതില്ല എന്ന് മാത്രം. അവനെ അനുസരിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനുമാണ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വർഗവും നമ്മളെക്കുറിച്ച് സന്തോഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സന്തോഷമായി കാണുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു രൂപം വിശ്വാസവും ഉള്ളവരായി നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. അവിടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ അവിടെ നിന്ന് സഹായിക്കണമേ. നിൻ്റെ സത്യത്താൽ നീ ഞങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഏത് നിമിഷത്തിലും അങ്ങയോട് കർത്താവേ ഉത്തരങ്ങൾ ചോദിച്ച് അങ്ങയിൽ നിന്ന് പഠിച്ച് അങ്ങയിൽ നിലനിൽക്കുന്നവരായിത്തീരാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.